നമസ്കാരം. വീണ്ടും മണി പേജ് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം. ഇന്ന് സ്വർണത്തിന്റെ വില ഗില്ലി പോലെ കയറി 14,070 ആണ്. 14,800 ചെന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഖുഷിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഒപ്പം 24 ക്യാരറ്റ് വന്നിട്ട് 15,349 ആണ്. വെള്ളി വന്നിട്ട് 280 എന്നാണ് പറയുന്നത്. ആക്ച്വൽ വില വന്നിട്ട് 252 ആണ്. റുപ്പിക്കും ഒരു കിക്ക് അടിച്ചു. 94.46 ഇരിക്കുന്നു. അക്ഷയനേര ഭാരാണ് വളരെ സോഹത്തിലുള്ളത്. $83 വന്നിരിക്കുന്നു. പീക്കിലിരുന്ന് $17 കുറഞ്ഞിരിക്കുന്നു. 20% കുറഞ്ഞിട്ടുള്ളത്. ജിക്ക് നിങ്ങളെ കണ്ട് പാവം തോന്നി ഈ കമേഴ്ഷ്യൽ സിലിണ്ടർ, അത് LPG, പെട്രോൾ, ഈ ഡീസൽ, പിന്നെ ഇതിന്റെ വില ഒക്കെ കുറയ്ക്കുമോ എന്താ ഒരു സംശയം വന്നിരിക്കുന്നു. ഞാൻ സംസാരിക്കുന്ന സമയം മാർക്കറ്റ് ക്ലോസ് ആവുന്ന സമയത്തിലാണ് ഇരിക്കുന്നത്. 24,000 ഒക്കെ കഴിഞ്ഞ് ഖുഷിയിലിരുന്ന മാർക്കറ്റ് 23,800 അടുത്താണ് ഇരിക്കുന്നത്. അതിപ്പോൾ പഞ്ചറായിരിക്കുന്നു. നിങ്ങളടുത്ത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പ്രോബ്ലം വെറും ഇറാൻ മാത്രമല്ല, ഒറ്റ പ്രോബ്ലമായിട്ടും ഇരിക്കുന്നു. നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു, പറഞ്ഞു ഇല്ല ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കാരണം ഇന്ന് രാവിലെ ഈ ഇൻഡെക്സ് ഒക്കെ ഇറങ്ങിയിരിക്കും. മെറ്റൽ 3.5, അതിൻ്റെ ശേഷം ഓട്ടോ 2.4, IT 0.9, FMCG 0.7, ഫാർമ -0.3. നിങ്ങൾ നോക്കിയെങ്കിൽ അറിയാം LND 4% കയറിയിരിക്കുന്നു. ഓൾറെഡി 8% കയറിയിരുന്ന ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾ ഇന്നൊരു 5.5% ഏറിയിരിക്കുന്നു. കല്യാൺ ജുവലേഴ്സ് 6% ഏറിയിരിക്കുന്നു. മുത്തൂട്ട് വന്നിട്ട് 4.6 കയറിയിരിക്കുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒക്കെ ഏറിയിരിക്കുന്നു. മണപ്പുറം 3, ഇതിന് നോക്കിയാലും 3 കയറിയിരിക്കുന്നു. ടാറ്റർ മോട്ടോർ പാസഞ്ചർ 2.5, ആറ്റ്കോ 2.3, ഇൻഡസെന്റ് 1.8, ഹീറോ മോട്ടോർ കാർപ്പ് 1.3, ഹൈറ്റൻ 1.2, ഇൻഫോസിസ് 1.2, IDFC 1.07. തങ്കമയിലും ഏറെയാണ് ഇരുന്നത്. ഇറങ്ങിയത് ഒന്നുമില്ല. US-ഉം ഇറാനും കട്ടിപ്പിടിച്ചിരിക്കുന്നു. പിടിച്ച് ഒരേ കൊഞ്ചലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാതെ ഇസ്രായേൽ വന്നിട്ട് ലെബനന്റെ മുകളിൽ ഗുണ്ടിട്ടു. ഉടനെ രണ്ടുപേരും തിരികെ വിളിക്കാൻ തുടങ്ങി. എങ്ങനെ ശരിയാവും എന്ന് നമുക്ക് കാത്തിരുന്ന് നോക്കാം. എന്തെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പിന്നെ സംസാരിക്കാം. എല്ലാത്തിലെയും സ്ട്രേറ്റ് ഹോമോസും തുറന്നു വിടും. കച്ചാനെ വിൽക്കാം, ബ്ലോക്കേഡ് നമുക്ക് ഇതോടെ തീർക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസത്തിന് അവർ ഈ സംസാരിച്ച തീരുമാനങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ സംസാരക്കൂടുകയിൽ ഇന്ന് ഒന്നും പുറത്തു വരത്തില്ല. അതുമല്ലാതെ ഈ യുദ്ധത്തിലിരുന്ന് ട്രംപിന് വലുതായിട്ടൊന്നും കിട്ടൂല. ജയിച്ചതുപോലെ പറയും കാര്യങ്ങളൊക്കെ. ട്രംപിൻ്റെ വലിയ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ യുദ്ധം കാരണം മിഡ് ടേം ഇലക്ഷൻ പ്രോബ്ലമായി. ആ സെനറ്റിൻ്റെ സീറ്റും കൈവിട്ട് പോണത് പോലെയാണ് ഇരിക്കുന്നു. ഇതിൻ്റെ പേടിച്ചാണ് സെനറ്റ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ആണ് സത്യത്തിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ. 2 മാസം കഴിഞ്ഞു കൂടെ ട്രംപ് ചുമ്മാ കത്തും, പക്ഷെ കാര്യത്തിലൊന്നും നടക്കൂല. മാറ്ററിൽ എന്തെന്നാ കാര്യം, ഇറാൻ്റെ പല ഹെഡ്സൊക്കെ മരിച്ചു. ഇത്രയും തലവർമാർകൾ മരിച്ചും കാരണം വളരെ സ്ട്രോങ് നിന്ന് ഫൈറ്റ് ചെയ്യുന്നു. നോക്കുമ്പോൾ ഇറാനാണ് വിന്നർ. എന്തെന്ന് വെച്ചാൽ ഈ ജബാർ പോർട്ടിൽ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് കച്ച എണ്ണ വന്നിരിക്കും. ഉള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടോ. പാകിസ്ഥാൻ പീസ് ട്രീറ്റി സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു 2 പേരുടെ ഇടയ്ക്കും. 25 വർഷത്തിൽ നടക്കാത്ത ഒരു കാര്യമാണത്. ഇതിൻ്റെ ശേഷം ഇനിയുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഒമാനിൽ ഈ ഷിപ്പിൽ ഗുണ്ടിട്ട് ഇന്ത്യർകളൊക്കെ മരിച്ച്. ഗുണ്ടിട്ടത് അമേരിക്കയാണ്. ഇതിനെക്കുറിച്ച് നമ്മളെ കൊണ്ട് സംസാരിക്കാൻ കൂടെ പറ്റുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് നമ്മളെ ഈ എക്കണോമിക്സ് ഒന്നും കയറൂല. മാർക്കറ്റും ഈ കാര്യങ്ങളൊക്കെയാണ് തെളിവായിട്ട് പറയുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ നമ്മൾ ജപ്പാനിൽ ഇൻവെസ്റ്റ് ചെയ്തു. ട്രേഡർ ഒരേ ഖുഷിയായിട്ടാണ് ഇരിക്കുന്നത്. 5.5-6% ഏറിയിരിക്കുന്നു. ഒപ്സിയും 5.5-6% ഏറിയിരിക്കുന്നു. ഇന്ത്യ മാർക്കറ്റ് അങ്ങനെ ഏറിയിരിക്കുന്നു. ഞാൻ ആ ടയറിൽ ഒരു പഞ്ചറെ കണ്ടായിരുന്നു. പഞ്ചറിനെ കണ്ട ഉടനെ FIA വിറ്റു. ഉടനെ തിരികെ ചെന്നു. BA എന്ന് ഓടി വന്ന് വാങ്ങിയിരിക്കും. ഇതാണ് സത്യത്തിൽ നടന്നത്. ഗോൾഡും വെള്ളയും സർജ എന്ന് പറയുന്നു. US ഇറാൻ പീസ് ഡീൽ കാരണം സ്വർണം നിങ്ങൾക്ക് തിരികെയും ഒരു അവസരം തരും. തിരികെ അമേരിക്ക ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റാൻ തുടങ്ങുവാണെങ്കിൽ ഗോൾഡ് തിരികെ വിടാനും പോസിബിലിറ്റീസ് ഉണ്ട്. ഇത് കാരണം നമുക്കിത് വളരെ നന്നായിരിക്കും. ഞാൻ ഇന്ന് റെഡ്ഡി വന്നിട്ട് ലുക്കേമിയ ഡ്രഗിന് അമേരിക്കയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നു. എക്സ്ക്ലൂസിവിറ്റി കിട്ടിയിരിക്കും. നമ്മൾ ഡോക്ടർ റെഡ്ഡിനൊക്കെ കയ്യിൻ്റെ അകത്ത് ഇട്ട് വച്ചിരിക്കുന്നത്. കോഗ്നിസൻ എന്ത് പറഞ്ഞു എന്നാൽ മാർക്കറ്റേ ശരിയല്ല, നമ്മൾ പുറത്ത് തള്ളി വയ്ക്കുന്നു. കാരണം വാല്യുവേഷൻ ശരിയായിട്ടില്ല. ഉണ്ടായ LG, വേർപൂൾ എന്നാണ് നിങ്ങൾക്ക് ഹൈ വാല്യുവേഷൻ കൊടുക്കുന്നു. പോലെ വാല്യുവേഷൻ തരുമാനം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ പറയുന്നു. ICICI ബാങ്ക്, റിലയൻസ് ഒക്കെ കഴിഞ്ഞു പോകുന്നു. അതിപ്പോൾ എന്തെന്ന് വെച്ചാൽ ടോപ്പ് 8 ഫേം വന്നിട്ട് 2 ലക്ഷം കോടി മാർക്കറ്റ് വാല്യൂവിനെ ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. ഇന്ത്യയിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യൂല എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു മാഡം. ഇന്ത്യൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് ഒബ്സർവേഴ്സ് കാരണം
അബ്സോർ ഒക്കെ പോയി എന്ന് പറയുന്നു. ഈ സ്റ്റോക്ക് അബ്സോർ ആവശ്യപ്പെടുന്നു വെളിനാട്ടുകാർ കൂടെ ഡയറക്റ്റായിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എല്ലാ നോംസിനെ എടുത്തു. ആരെങ്കിലും വന്ന് ഈ സ്റ്റോക്കിനെ വാങ്ങ്, ഡോളറിന് തരാൻ പറയുന്നു. അതായത് അങ്ങനെയാണ് മാഡം ചോദിച്ചിട്ടുള്ളതായിട്ടും ഒരു ന്യൂസ് വരുന്നു. സെബി എന്ത് പറയുന്നു എന്നാൽ സ്റ്റേഷന് സമയം എടുത്തോണ്ടിരുന്നു. വെള്ളക്കാരർ വന്നെന്ന് വെച്ചോ 5 ദിവസത്തിൽ റെഡി ടു ട്രേഡ് പെർമിഷൻ കൊടുക്കാം. ഡോളറിന് മാത്രം അകത്ത് കൊണ്ടുവന്നില്ല. റിമൈനിങ് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കാം. എവിടെയാണ് പച്ചനോട്ട് എന്നിരിക്കുന്നു. ഇതേൽ ഇതുപോലത്തെ സമയങ്ങളിൽ എന്തെന്ന് വെച്ചാൽ അശ്വിനെ വെളിയിൽ എടുത്തിട്ട് പോകുന്ന പ്രോഡക്റ്റാണ് വാങ്ങുന്ന ജനങ്ങൾ. എന്നെന്ത് പറയുന്നു എന്നാൽ അതിൽ കടുക്കൻ, കയ്യിൽ മോതിരം, സോളിറ്റയർ ഇടുവാണെങ്കിൽ നന്നായിരിക്കുന്നു. സ്വർണ്ണത്തിൻ്റെ വില ഏറിയതുപോലെ കയറിട്ട് ഡയമണ്ട് ചീപ്പായിരിക്കുന്ന കാരണം ഡയമണ്ട് സോളിറ്റയറായി വാങ്ങുമെന്ന്, അതായത് മെൻസ് ജുവലറിയിൽ എല്ലാവരും സോളിറ്റയർ വാങ്ങുമെന്ന് പറയുന്നു. 2020 അക്കറ്റ് 30 to 35% എമിന്റ് മാർക്കറ്റ് ഗ്രോ ആകുന്നു എന്ന് പറയുന്നു. ടൈറ്റൻ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ഇപ്പോൾ 2 റിയൽ ഡയമണ്ടും 2 ലാബ് ഗ്രോൺ ഡയമണ്ട് വച്ചിരിക്കുന്നു. അപ്പ് ആൻഡ് ബോട്ടംനെ സ്ക്യൂസ് ചെയ്യുന്നു. ഫാസ്റ്റ് ഗ്രോയിങ് ഓപ്പർച്യൂണിറ്റി വരുന്നു. കാറ്റ്ലൈൻ മൂലം ഒരുപാട് വിൽക്കുമെന്ന് പറയുന്നു. എന്ത് ചെയ്യാനാ? ടൈറ്റൻ വൈറസ് സൂചിയാണ്. നമ്മൾ വൈറസ് സൂചിനെ നോക്കിക്കൊണ്ടിരിക്കും. ഇനി പെട്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്ത തങ്കമയിൽ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് എത്തും. കുറച്ച് കിട്ടും ഇതിൽ. കാരണം മെയ്ഡ് ഇൻ ഇന്ത്യ സത്യത്തിൽ സിംഗപ്പൂരിയെ കാട്ടാതെ മെയ്ഡ് ഇൻ ഇന്ത്യ ചെയ്യണമെന്ന് 1980കളിൽ പറഞ്ഞു ചെയ്തിരിക്കുന്നു. പ്ലെയിൻ ഓട്ടി ഇറക്കുന്നതാണ് ആദ്യത്തെ സീന്. എല്ലാവരും പ്ലെയിൻ ഓട്ടും. ഇതിലുള്ള ആദ്യത്തെ പൈലറ്റ് ലൈസൻസ് വാങ്ങിയ ആളാണ്. കഥ അല്ല, ഇതിൽ നടന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അക്കത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ആദ്യം സെൽഫോൺ എടുത്തുകൊണ്ടെന്നു ഇതൊക്കെ കാണിച്ചിരിക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഞാൻ ഇന്ന് ഡയമണ്ടായിട്ട് വിൽക്കുന്നു. തമിഴ്നാട്ടിനും അതിൽ 1 ലക്ഷം കോടി ഇരിക്കുന്നു. ഒരു മിനിസ്റ്റർ ഇതിൽ 10 കോടി ഇട്ടത് 1 ലക്ഷം കോടി ആയിരിക്കുന്നു. നമുക്ക് കിട്ടിയ ഒരു നല്ല സമയമാണ് ഇത്. ഈ IP സെൻറ്ററിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ വിസിക്കുന്ന സെൻറ്ററുകളിൽ ഇത് ഗവർണൻസ് ആൻഡ് ഓവർസൈഡ് അപ്സൈറ്റ് മാറ്റാൻ പോകുന്നു. ചന്ദ്രശേഖർ എന്ത് പറയുന്നു എന്നാൽ 6 ലക്ഷം പേർ ഇരുന്നതിന് 1 ലക്ഷം പേർ അല്ലെങ്കിൽ 4.5 ലക്ഷം പേരായിട്ട് മാറ്റിക്കൊണ്ട് ഇത് വന്നിട്ട് മനുഷ്യനെ ബോട്ടാ മാറ്റി ഒരു 5 ലക്ഷം ബോട്ടിനെ കൊണ്ടുവന്ന് 1 ലക്ഷം പേരിന് ബില്ലിങ് ഇടാം എന്ന ഐഡിയ കൊടുത്തിരിക്കുന്നു. ഏജന്റ് എന്നും ബോട്ടിലിട്ടിരുന്നു. അത് മറ്റെല്ലാവരും ചെയ്യും. ടേൺ ഓവർ കുറയും, മാർജിൻ കയറും, അതുപോലെ തന്നെ പ്രോഫിറ്റും ഏറും. കളറും ഇറങ്ങിയിരിക്കുന്നു. നമുക്ക് ലാഭവും കിട്ടും. ആർ ഹോൾഡർ യാരൊക്കെ ചീപ്പായിട്ട് ഈ സമയം ഈ വീമ്പ് പിടിച്ചോ ഒക്കെ ലക്കാണ്. ഇതൊക്കെ മീൻ പൊടി എന്നൊക്കെ പറഞ്ഞത്. US ടാരിഫ് $10 മില്യൺ പൊതുവായിട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിനും കാശ് വന്നിരിക്കുന്നു. 1 മാസത്തിൽ ഡൊമസ്റ്റിക് ട്രാക്ടർ സെയിൽസ് വന്നിട്ട് 1 lakh യൂണിറ്റ് ക്രോസ് ആയിരിക്കുന്നു. ഇതിൽ ജോൺ ബീഡ്, അതിനുശേഷം സൊനാലി ട്രാക്ടർ, മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര, സ്ഥലത്തിലുള്ള ടഫേ, ഇതൊക്കെ ഇരിക്കുന്നു. ഇപ്പം എന്തെന്ന് വെച്ചാൽ ഏതാണ്ട് സെപ്പറേറ്റ് ആയിട്ട് പിടുങ്ങതിൻ്റെ ശേഷം 20% ഗ്രൂപ്പ് വന്നിരിക്കുന്നു. വേദാന്ത അയൺ ആൻഡ് സ്റ്റീൽ 22 രൂപ, വേദാന്ത ഓയിൽ ഗ്യാസ് 39 രൂപ, വേദാന്ത പവർ 42 രൂപ, വേദാന്ത അലുമിനിയം 527, വേദാന്ത കോപ്പർ 0. തൂട്ടുകൊരിൻ ബ്രാൻഡിനെ തുറന്നില്ല. കാരണം പ്രോബ്ലം സോൾവ് ആകുമോ എന്നാൽ സോൾവ് ആകൂല. കടൻ വന്നിട്ട് ഡോളറിലാണ് ഇരിക്കുന്നു. അതിൽ വരുന്നത് റവന്യൂ ആണ്. പാതാളത്തിൽ ചെന്നുകൊണ്ടേ ഇരിക്കുന്നു. കാരണം ഇതിൽ വലിയ ചേഞ്ച് ഇരിക്കുമോ എന്ന് പറയാൻ പറ്റൂല. 3 കമ്പനിയെ വിറ്റാലും പ്രോബ്ലം സോൾവ് ആകൂല. ഈ ക്രൗൺ ജെല്ല് വിൽക്കുവാണെങ്കിൽ തന്നെ ഈ പ്രോബ്ലം സോൾവ് ആകും. കാരണം ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് 2ാമത് പ്രാവശ്യം ആൾമോസ്റ്റ് 10% ഏറിയിരിക്കുന്നു. കോയമ്പേടിൽ വില ഏറിയത് മൈലാപ്പൂരിൽ മാജിക്കലായിട്ട് വില പറഞ്ഞിരിക്കുന്നു. മൈലാപ്പൂർ വില കയറിയില്ല. ഞാൻ മൈലാപ്പൂരിലാണ് ഇരിക്കുന്നത്. ആ മൈലാപ്പൂരിൽ വില ഏറിയില്ല. അല്ല, ഏത് സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്നോ അവിടെ ഒന്നും കയറിയില്ല. കോയമ്പേട്ടിൽ മാത്രം 10% ഏറിയിരിക്കുന്നു. അമ്മയാർ പറയുന്നു. ഏറിയിരിക്കുന്ന ഇല്ല എന്ന് നിങ്ങൾ തന്നെ കമൻറ്റിൽ പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും
ഫ്രീ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. അപ്പോൾ ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. അപ്പോൾ ചിന്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.